Hello everyone and welcome. In this video we are going to discuss a story. It is titled The Red Room. The story was written by a famous English writer H.G. Wells. H.G. Wells was born in 1866 and died in 1946. ഇത് നമ്മുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിനകത്ത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റിനകത്ത് വരുന്ന സ്റ്റോറിയാണ്. ദിസ് ഈസ് എ ഹൊറർ സ്റ്റോറി ആക്ച്വലി. ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റിനകത്ത് സയൻസിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിനകത്ത് വരുന്ന മിക്ക കോണ്ടൻസും ഒരു സയൻറ്റിഫിക് ടെമ്പർ സ്റ്റുഡൻസിനകത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർക്ക്സാണ്. ആ ഒരു കോണ്ടൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ഹൊറർ സ്റ്റോറിക്ക് എന്ത് പ്ലേസ് ആണെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇതൊരു സൂപ്പർസ്റ്റിഷ്യൻ പ്രൊമോട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് വർക്ക് അല്ലേ? പക്ഷേ നിങ്ങൾ വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂപ്പർസ്റ്റിഷ്യന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഈ റെഡ് റൂം എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് ഗോസ്റ്റ് എല്ലാം നമ്മുടെ മൈൻഡിനകത്ത് ഇമാജിനേഷനകത്ത് മാത്രമാണ് നിലനിൽക്കുള്ളൂ. ഇത് റിയാലിറ്റിയിൽ ദർ ഇസ് നോ ഗോസ്റ്റ്. ഇതെല്ലാം നമ്മുടെ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണെന്നാണ് ഈ ഒരു സ്റ്റോറി ആക്ച്വലി പറയാൻ ശ്രമിക്കുന്നത്. ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അൺനെയിംഡ് ആണ്, അവർക്ക് പേരൊന്നുമില്ല. ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യങ് മാൻ എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അയാളെക്കുറിച്ച്. ദെൻ ഹീസ് 28 years old, 28 വയസ്സായിട്ടുള്ളൊരു യങ് മാൻ. അദ്ദേഹം ഒരു കാസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കാസിൽ ഒരു കൊട്ടാരം പോലെയുള്ള വലിയ വീടാണ്. നോബിളായിട്ടുള്ള ആളുകളൊക്കെയാണ് അതിനകത്ത് ഇത്തരം വലിയ വീടുകളിൽ താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു വലിയ ആ ഒരു വീട് തന്നെ ഒരു ഗോത്തിക് കൈൻഡ് ഓഫ് വീടാണ്. നമ്മൾ പഴയ പ്രേത സിനിമകളൊക്കെ കാണുന്ന ആളുകൾക്ക് ഇത് അറിയാം. ആ ഒരു വീടിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരു കൈൻഡ് ഓഫ് ഭയപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് എ ഹൗസാണ്. അതിനകത്തുള്ളൊരു റൂമാണ് റെഡ് റൂം. ഓക്കെ, ആ കാസിലിൻ്റെ പേര് ലൊറൈൻ കാസിൽ എന്നാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം വരുന്നു. ഇദ്ദേഹം വന്നിട്ട് അവിടെ ഒരു റൂം ഹോണ്ടഡ് ആണെന്നാണ് അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് ഗോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ യങ് മാൻ ആ ഒരു കാസിലേക്ക് വരുന്നത്. അദ്ദേഹം സ്വയം അവിടെ ഗോസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അനുഭവിച്ചിട്ട് അത് അറിയാം. അങ്ങനെ അദ്ദേഹത്തിന് ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളത് അവിടെ ആ റൂമിനകത്ത് പോയിട്ട് അദ്ദേഹത്തിന് തോന്നിയാൽ ഹി വിൽ ബിലീവ് ദാറ്റ്. അതർവൈസ് ഹി വിൽ ഹാവ് ടു റിജക്റ്റ് ദാറ്റ് ഐഡിയ. അപ്പം അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഭയങ്കര റാഷണലായിട്ടൊക്കെ ചിന്തിക്കുന്ന, യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു ആളാണ് ഇതിനകത്ത് വരുന്ന ഈ യങ് മാൻ. അപ്പോൾ യങ് മാൻ ഈ കാസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ 3 ആളുകളെ കാണുന്നുണ്ട്, 3 കസ്റ്റോഡിയൻസ്. ഇപ്പം ആ ഒരു കാസിൽ നോക്കി നടത്തുന്ന 3 ആളുകൾ, കെയർ ടേക്കേഴ്സ് എന്നും പറയുന്നുണ്ട് അവരെ. ഇവർ 3 ആളുകളും വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ബോഡിയൊക്കെ ശരീരമൊക്കെ റിങ്കിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരാൾ ഇയാൾ പറയുന്നത് ഒരു ഓൾഡ് മാൻ വിത്ത് വിതേർഡ് ഒരു കൈയൊക്കെ ഭാഗം തളർന്ന ഒരാളാണ്. പിന്നെ വരുന്നത് ഒരു ഓൾഡ് വുമൺ ആണ്. ആൻഡ് പിന്നെ വരുന്നത് ഒരു സോളൻ ഐസൊക്കെ ഉള്ള മറ്റൊരു ഓൾഡ് മാൻ. അയാളാണ് ദ ഓൾഡസ്റ്റ് ഓഫ് ദീസ് എൽഡർലി പീപ്പിൾ. ആൻഡ് ഇവരെല്ലാം ഇദ്ദേഹം വരുന്ന സമയത്ത് തന്നെ വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇദ്ദേഹത്തോട് കാണിക്കുന്നത്. ഇവരെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊന്നുമല്ല. ആൻഡ് അദ്ദേഹം വന്ന പർപ്പസ് അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെയൊക്കെ പേടിപ്പിക്കണമെങ്കിൽ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു ഗോസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. ഗോസ്റ്റ് എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ടച്ച് ചെയ്യാനും ഒന്നും പറ്റാത്ത ഒരു ക്രീച്ചേഴ്സ് ആണല്ലോ, അത്തരം ഒരു ക്രീച്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനത്തിനെ മാത്രമേ എന്നെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഗോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു റെഡ് റൂമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈ റെഡ് റൂമിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ ആളുകൾ, അവിടെയുള്ള എൽഡർലി ആയിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളവിടേക്ക് പോകുന്നത് നിങ്ങളുടെ മാത്രം റിസ്കിലായിരിക്കും. ഇറ്റ് ഇസ് യുവർ ചോയ്സ് എന്നാണ് അവർ പറയുന്നത്. ഇറ്റ് വിൽ ബി യുവർ ചോയ്സ്. അപ്പം ഇനി എന്തെങ്കിലും കോൺസിക്വൻസസ് സംഭവിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നാണ് ഈ അവിടെയുള്ള ഈ 3 എൽഡർലി ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. ഓക്കെ, എനിവേ അദ്ദേഹം അവരോട് പറയുന്നു, ആ റെഡ് റൂമിലേക്കുള്ള ആ ഒരു വഴി എനിക്കൊന്ന് കാണിച്ചു തരണം. ഹീ ഈസ് വെരി മച്ച് ക്യൂരിയസ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ദെയർ. അതറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഈ ഓൾഡ് മാൻ, അതിനകത്തുള്ള ഈ ഏറ്റവും വയസ്സുള്ള ആളാണ് ഇദ്ദേഹത്തിന് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കോറിഡോറിലൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു കോണിയുണ്ട്, അത് കയറണം. അവിടുന്ന് ഒരു ഡോറ് കടന്നിട്ട് മറ്റൊരു കോറിഡോറിലേക്ക് പോകണം. അത് നേരെ പോയി കഴിഞ്ഞാൽ ഒരു റൂമിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് രാത്രിയാണ് കേട്ടോ, സംഭവം രാത്രിയാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. ഒരു മെഴുകുതിരി കത്തിച്ചിട്ടാണ് അദ്ദേഹം റൂമിലേക്ക് പോകുന്നത്. റൂമിലേക്ക് പോകുന്നു. റൂമിൽ എത്തുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, പോകുന്ന വഴി രാത്രിയാണ്. ഈ മൂൺ ലൈറ്റൊക്കെ ആ കോറിഡോറിലേക്കൊക്കെ വരുന്നുണ്ട്. പുറം ഭാഗത്ത് നല്ല നിലാവൊക്കെ ഉണ്ട്.
അപ്പം റൂമിനകത്തേക്കും വിൻഡോയിലൂടെ ചെറുതായിട്ട് ഇത് വരുന്നുണ്ട്, ഈ ലൈറ്റൊക്കെ ചെറുതായിട്ട് മൂൺ ലൈറ്റ് വരുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഡാർക്ക്. ഓക്കെ, ദാറ്റ് ഏരിയ. ആൻഡ് ആക്ച്വലി ഈ കോറിഡോറിലാണ് മൂൺ ലൈറ്റ് വരുന്നത്. റൂം ഫുള്ളി ഡാർക്ക് തന്നെയാണ്. അവിടേക്ക് പോകുന്ന പാസേജിനകത്താണ് മൂൺ ലൈറ്റ് വരുന്നത്. അദ്ദേഹം ഈ റൂമിലേക്ക് മെഴുകുതിരി കത്തിച്ചിട്ട്, ഇതൊരു ഓൾഡ് സ്റ്റോറിയാണ്, അപ്പോൾ നമ്മളുടെ കറണ്ടോ ലൈറ്റോ ഒന്നും ഉള്ള കാലമല്ല. മെഴുകുതിരി കത്തിച്ച് അദ്ദേഹം റൂമിലേക്ക് പോകുന്നു. ഫുള്ളി ഡാർക്കാണ് റൂം. അദ്ദേഹം എന്താണ് മുഴുവനായിട്ടും ഒബ്സർവ് ചെയ്യാനുള്ള പ്ലാനാണ്. അവിടെ എന്തെല്ലാമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കറക്റ്റ് ഒബ്സർവ് ചെയ്യാം. ഇമാജിനേഷൻ ഒന്നും വിട്ടുകൊടുക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ പലപ്പോഴും ഫിയർ എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അനങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പേടിക്കും. നമ്മളത് എന്താണ് എന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാനൊന്നും ഒരു രക്ഷ നിൽക്കാറില്ല. അത് പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യും, അത് ഇന്നതാണ്, വേറെന്താണ്, പ്രേതാന്നൊക്കെ പറയുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യണം. അവിടെ ഈസ് ആക്ച്വലി റെഡി ടു വെരിഫൈ ഇറ്റ്. ഇദ്ദേഹം നേരെ മറിച്ച് ആ റൂമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുക എന്നുള്ള പ്ലാനാണ്. തൊട്ടിട്ട് ടച്ച് ചെയ്തിട്ട് പോലും അത് വെരിഫൈ ചെയ്യുക എന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം റൂമൊന്നും ശരിക്കും നോക്കുന്നുണ്ട്, പക്ഷേ എല്ലാം ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്നാൽ അദ്ദേഹം മെഴുകുതിരി വെച്ചിട്ട് നോക്കുമ്പം റൂമിൻ്റെ പല സ്ഥലങ്ങളിൽ ഈ മെഴുകുതിരി വെക്കാനുള്ള ഒരു ഹോൾഡർ പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാൻഡ് മെഴുകുതിരി കത്തിച്ചേക്കാൻ പറ്റുന്ന, അതിനകത്ത് മെഴുകുതിരി ഉണ്ട് താനും. അപ്പോൾ ആ മെഴുകുതിരി എല്ലാം അദ്ദേഹം ഈ കയ്യിലുള്ള മെഴുകുതിരി വെച്ചിട്ടെല്ലാം കൊളുത്തും. അപ്പോൾ ഏകദേശം റൂം മൊത്തത്തിൽ ലൈറ്റായി. ആൻഡ് അപ്പോൾ അവിടെ പല ഫേർണിച്ചേഴ്സ് ഈ റൂമിനകത്തുണ്ട്. നിറച്ച് സാധനമാണ് അതിനകത്ത്. പിന്നെ എല്ലാം പൊടി പിടിച്ച് കിടക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗോസ്റ്റ്ലി അറ്റ്മോസ്ഫിയർ മൊത്തത്തിലുണ്ട്. പേടിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ആ റൂമിനകത്ത് മൊത്തം ഉള്ളത്. ഈ റൂമിൻ്റെ പല ഭാഗത്തുള്ള, പിന്നെ അതിനകത്തൊരു മിറർ ഉണ്ട്, 2 മിറർ ഉണ്ട് ആ റൂമിനകത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ റൂമിനകത്ത് ലൈറ്റൊക്കെ കൊടുത്തിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ മിററിൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റ് പേടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻ തന്നെ ഈ മിററിൽ കാണുന്ന സമയത്ത് അദ്ദേഹം ഞെട്ടുന്നൊക്കെ ഉണ്ട്. കാരണം ഇത്രയും റാഷണൽ ആയിട്ടുള്ള ഒരാളായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഫ്രൈറ്റൻഡ് ആകുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ പുറമേക്ക് എത്ര ധൈര്യശാലിയാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും മൈൻഡിനകത്ത്, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിനകത്ത് നമുക്ക് മുമ്പ് ഭയം നമ്മളെ മൈൻഡിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് അറിയാതെ പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ ആ ഒരു ഭയം അദ്ദേഹത്തിലും പെട്ടെന്ന് ചില സന്ദർഭങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന് ഈ മിററിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഒരു ഫിയർ, ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷനാണ് അത് വരും. ദെൻ ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം അവിടെയൊക്കെ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. മിററിൻ്റെ 2 സൈഡിലും ക്യാൻഡിലുണ്ട്, അവിടെ കൊടുക്കും, മൊത്തം ലൈറ്റ് കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫേർണിച്ചേഴ്സും പിന്നെ പല സ്റ്റാറ്റ്യൂസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പല സംഗതികളും ആ റൂമിനകത്തുണ്ട്. അങ്ങനെ റൂമിൻ്റെ വാളൊക്കെ ചില വുഡൻ പ്ലാങ്ക്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ടച്ച് ചെയ്തിട്ട് അതിനകത്ത് വേറെ ഹിഡൻ ഡോറോ മറ്റേതോ ഉണ്ടോ എല്ലാം അദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ റൂമിൻ്റെ പല ഏരിയകളും ഡാർക്കാണ്, ലൈറ്റ് കറക്റ്റ് എത്തുന്നില്ല. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ക്യാൻഡിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു 10ഓളം ക്യാൻഡിൽ വീണ്ടും അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഏകദേശം റൂം മൊത്തം അദ്ദേഹം ഈ ക്യാൻഡിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം വൃത്തിയിൽ കാണാൻ സാധിച്ചു. ശരിക്കും എല്ലാം കാണുമ്പം തന്നെ നമുക്ക് ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ള ശരിക്കും ലൈറ്റ് വെച്ചിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതെല്ലാം ലൈറ്റ് അടിക്കുന്നത്. പക്ഷേ എല്ലാ ക്യാൻഡിലും കത്തിച്ച് തീർന്നപ്പോൾ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ്ലി ഒരു വിൻഡ് വരുന്നു. ഒരു ക്യാൻഡിൽ ആദ്യം കെട്ടുപോകും. അദ്ദേഹം അത് വീണ്ടും, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മാച്ച് ബോക്സ് ഉണ്ട്, അത് വെച്ചിട്ട് വീണ്ടും ആ ക്യാൻഡിൽ തീ കൊളുത്താൻ അദ്ദേഹം ശ്രമിക്കും, ലൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അത് കൊടുക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു ക്യാൻഡിൽ കിട്ടുപോകും, അത് കൊടുക്കുമ്പോൾ മറ്റൊന്ന് കിട്ടുപോകും. ഇങ്ങനെ അദ്ദേഹം ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുമ്പം മറ്റൊരു ക്യാൻഡിൽ എക്സ്റ്റിങ്വിഷ് ആയി പോകുന്നു. ഇത് ഒരു പക്ഷേ കാറ്റ് വന്നിട്ടായിരിക്കാം ഇത് കെട്ടുപോകുന്നത് അൺഎക്സ്പെക്റ്റഡ്ലി, അതല്ലെങ്കിൽ ആക്സിഡൻ്റലി അദ്ദേഹം ഈ റൂം വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ച അതേ ദിവസം തന്നെ. ഇങ്ങനെയാണിത്, ചില സാധനങ്ങൾ ആക്സിഡൻ്റലി സംഭവിക്കുമ്പോൾ നമ്മളത് ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത് നമ്മൾ റിലേറ്റ് ചെയ്യുക. ഈ ഗോസ്റ്റ് സ്റ്റോറികളിലൊക്കെ ഈ സംഗതിയാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ അതേപോലെ ഒരു ആക്സിഡൻ്റലി എവിടുന്നോ കാറ്റ് വരുന്നു, ഇതെല്ലാം കെട്ടുപോകുന്നു. അദ്ദേഹം ഓരോ മെഴുകുതിരി കൊളുത്തുന്നു, മറ്റൊരു ഭാഗത്ത് കെട്ടുപോകുന്നു. അങ്ങനെ അവസാനം ഇദ്ദേഹം ഈ കാറ്റിൻ്റെ ശക്തി കൂടുന്നത് കൊണ്ടാവാം മെഴുകുതിരി മുഴുവനായിട്ടും കെട്ടുപോകുന്നുണ്ട്. പിന്നെ അവസാനം ആ റൂമിനകത്ത് ഒരു ചെറിയ ഈ ഫയർ പ്ലേസ് ഉണ്ട്. തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ റൂമിനകത്തൊക്കെ ഈ നമ്മുടെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫയർ പ്ലേസ് ഉണ്ടാകും. അപ്പോൾ ആ ഫയർ പ്ലേസിൻ്റെ ചെറിയൊരു ലൈറ്റ് മാത്രം അദ്ദേഹം റൂമിനകത്ത് കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം അതും അവിടെ കെട്ടുപോകുന്നുണ്ട്. പിന്നെ ആകെ ഇരുട്ടാണ് റൂമിനകത്ത്, ഒരു ലൈറ്റ്സും ഇല്ല. അദ്ദേഹം അവിടെ പല ഫർണിച്ചറിലൊക്കെ തട്ടിത്തെറിച്ച് വീഴുന്നു, കാരണം കണ്ണ് കാണുന്നില്ല. ആൻഡ് അദ്ദേഹത്തിൻ്റെ ബോഡി പല സ്ഥലത്തും അടിക്കുന്നുണ്ട്. അവസാനം ഒരു കട്ടിലടിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നെറ്റി പോയിട്ട് എവിടെയോ ഇടിക്കുന്നു. അദ്ദേഹം തന്നെ അത് കറക്റ്റ് പറയുന്നില്ല എവിടെയാണെന്ന്. എവിടെയോ ഇടിച്ച് അദ്ദേഹം ചോര വന്ന് അവിടെ അൺകോൺഷ്യസ് ആയിട്ട് അവസാനം വീഴുക ചെയ്യുന്നത്. കാരണം ഈ ക്യാൻഡിലേക്ക് അദ്ദേഹം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ഫ്രാൻറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ തട്ടിത്തെറിച്ച് വീണു, നെറ്റി പൊട്ടി അദ്ദേഹം അൺകോൺഷ്യസ് ആയി പോകും. പിന്നെ അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല.
അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പിന്നെ ഈ വന്നപ്പോഴുണ്ടായിരുന്ന പിന്നെ പകലായിട്ടോ അങ്ങനെ ഈ എൽഡർലി ആയിട്ടുള്ള ഈ 3 ആളുകളുടെ മുന്നിലാണ് കണ്ണ് തുറന്ന് നോക്കുന്നത് ഇയാൾ. അപ്പോൾ അവരെന്തോ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്നു, ഇവരുടെ നെറ്റി ചോര വന്നുകൊണ്ട് ഒരു ബാൻഡേജൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. മെഡിസിൻ എന്തോ സംതിങ് ദേ ആർ പ്രിപ്പയറിങ് ഓൾസോ. ആൻഡ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ, എന്താണ് നിങ്ങൾ ഈ ചോരയിലൊക്കെ നിൽക്കുന്നത് കണ്ട് ആണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ അവർ പറയും. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ ചോദിക്കും. അവർ പറയുന്നുണ്ട് ആക്ച്വലി ഒരു വാണിങ് ഇദ്ദേഹത്തിന് കിട്ടിയതല്ലേ, അങ്ങോട്ട് പോകണ്ട എന്നുള്ള കാര്യമൊക്കെ എന്നുള്ളതൊക്കെ അവർ പറയും. എനിവേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഉറപ്പായി അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തോട് ഇവർ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് ആക്ച്വലി അവിടെ ഒരു ഗോസ്റ്റും ഇല്ല. ആക്ച്വലി ഇദ്ദേഹത്തെ പേടിപ്പിച്ചത് ഗോസ്റ്റ് അല്ല, മറിച്ച് ഏതൊരാളെയും പേടിപ്പിക്കുന്നത് നമ്മുടെ ഇമാജിനേഷനാണ്. ആക്ച്വലി ഫിയർ തന്നെയാണ് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗോസ്റ്റിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഫിയർ ആണ്. അപ്പോൾ ആ റൂമിനകത്ത് ദർ ഈസ് നോ ഗോസ്റ്റ് എന്നാണ് അദ്ദേഹം ഇവരോട് പറയുന്നത്. ദർ ഈസ് നോ ഗോസ്റ്റ് ഇൻസൈഡ് ദാറ്റ് റൂം. അവിടെ ഉള്ളത് ആക്ച്വലി ഫിയർ ആണ്, ഭയമാണ് ആക്ച്വലി അവിടെ ഉള്ളത്. ഈ ഭയമാണ് നമ്മൾ വീണ്ടും ഭയം അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫിയറിൽ നിന്നാണ് മറ്റുള്ള ഗോസ്റ്റുകളും ഇത്തരമുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫിയർ ആണ്. ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് ഇൻ അവർ ഇമാജിനേഷൻ. മൈൻഡിൽ നമ്മൾ ഇമാജിനേഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സാധനം. പിന്നെ പേടിക്കാൻ എല്ലാവരും പേടിക്കും. ഇപ്പോൾ ഇയാൾ റാഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിലും അയാളും പേടിച്ചു പോകും. കാരണം നമ്മുടെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിനകത്ത് പലപ്പോഴും ഈ ഒരു ഫിയർ ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് കിടക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നരേറ്റർ പോയ അയാൾ നേരിട്ട സിറ്റുവേഷനിലേക്ക് എത്തുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, പേടി വരും. അപ്പം ആ ഒരു പേടി അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളതിന് ഉള്ള തെളിവല്ല. ഓക്കെ. അപ്പോൾ എന്നാൽ ഈ എൽഡർലി ആയിട്ടുള്ള ഇവർക്ക് ഇപ്പം ഭയങ്കര അവരുടെ വിശ്വാസം അവർക്ക് ദൃഢപ്പെടുക ചെയ്തു. ഓക്കെ. കാരണം ഇയാൾ ചോരയ്ക്കായിട്ട് ആകെ വീണ് എന്തോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ളത് അവർക്ക് ഇപ്പം 100% ഷുവർ ആയിട്ടുണ്ട്. ഓക്കെ. ബട്ട് ആക്ച്വലി ആസ് എ റീഡർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഒരു ഗോസ്റ്റും ഇല്ല. ഈ നരേറ്ററും തന്നെയാണ് അവരോട് പറയുന്നത് ഫിയർ എന്നുള്ളത് നമ്മുടെ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്. ഈ റൂമിനകത്ത് ശരിക്ക് ഒരു 2 പേര് ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസിൽ മരിക്കുന്നുണ്ട്. 2 പേര്. ഒന്ന് ഡ്യൂക്കാണ്, ഒരു ഡ്യൂക്ക്. അവിടെ മുമ്പ് താമസിച്ചിരുന്ന ഒരു ഡ്യൂക്കാണ്. അദ്ദേഹം റെഡ് റൂമിൽ നിന്ന് തന്നെ താഴോട്ട് വീണിട്ട് മരിക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു റെഡ് റൂം ഹോണ്ടഡ് ആണെന്ന് അവർക്ക് എപ്പോഴും തോന്നിപ്പിക്കാനുണ്ടായ ഒരു കാരണമാണ്. ദെൻ പിന്നെ അവിടെ ഒരു മുമ്പ് താമസിച്ചിരുന്ന ഒരു വൈഫ്, ഒരു കൗണ്ടിൻ്റെ വൈഫ് എന്നാണ് കേട്ടോ പറയുന്നത്, കൗണ്ടസ്. അവരും ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസിൽ മരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാതെ അവരെന്തോ പേടിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2 ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഫിയർ, അവിടെ ആ റൂം ഹോണ്ടഡ് ആണെന്നുള്ള ആ ഒരു ഫിയർ ഈ അവിടെയുള്ള ആളുകൾ, ഈ കെയർ ടേക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ കൂട്ടുന്ന ഒരു കാര്യം അതാണ്. അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് തന്നെയാണ്, 2 ആൾക്കാർ അവിടെ മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയാനുള്ളത്, തീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫിയർ ഓഫ് അൺനോൺ ആണ് കേട്ടോ. നമുക്ക് എല്ലാ ആളുകൾക്കും ഉള്ളത്. അറിയുന്ന കാര്യത്തിൽ നമുക്ക് ഒരു സാധനം നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. അപ്പം അറിയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് ഭയമുള്ളത് എന്നുള്ളൊരു പോയിന്റ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, ഒന്ന് സസ്പെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇമേജറികൾ എങ്ങനെയാണ് സസ്പെൻസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ വേർഡ്സുകളൊക്കെ ഇവർ സ്റ്റോറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇമേജറി കൊണ്ടുവരുന്ന കുറേ വേർഡ്സുകളുണ്ട് ഈ ഒരു സ്റ്റോറിക്കകത്ത്. ലൈക്ക് ഷാഡോവി, ചിൽ, ഗ്ലൂം, അതുപോലെ ബ്ലാക്ക് കോർണേഴ്സ്, ഒപ്രസീവ് ഡാർക്ക്നെസ്, അതുപോലെ സബ്റ്ററേനിയൻ പാസേജ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു സ്റ്റോറിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ നരേറ്റർ ആ ഒരു റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ കാസലിനെ കുറിച്ചിട്ടൊക്കെ. പെട്ടെന്ന് അദ്ദേഹം എത്തിയ ഉടനെ തന്നെ നേരെ റൂമിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. സ്റ്റോറിയുടെ ഒരു ഒരു പോർഷൻ ഒക്കെ എത്തുന്ന ഒരു സമയത്താണ് റൂമിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അതുവരെ ആ കാസലിനെ കുറിച്ചിട്ടും അവിടെ ഉള്ള ഈ ഒരു ഗോസ്റ്റിനെ ഡയറക്റ്റ് മെൻഷൻ ചെയ്യുന്നില്ല. ആ ഒരു ഫ്രൈറ്റനിങ് അറ്റ്മോസ്ഫിയർ, ഒരു ഹൊറിഫിക് അറ്റ്മോസ്ഫിയർ ഈ എൽഡർലി ആയിട്ടുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടൊരു സസ്പെൻസ് ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റൻസിറ്റി ഓഫ് സസ്പെൻസ് അതിനകത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ പിന്നെ ഈ ക്യാൻഡിലിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ശരിക്ക് ഒരു സിമ്പിളാണ്, സിമ്പിൾ ഓഫ് റീസൺ, സേഫ്റ്റി. ആൻഡ് ഈ ക്യാൻഡിലാണ് ഈ ഫിയറിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു
തിങ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ദിസ് കാൻഡിൽ സിംബലൈസസ് വാട്ട് വി ക്യാൻ സേ ലോജിക്, റീസൺ. ഓക്കെ, ഈ അൺനോൺ എന്ന് പറയുന്ന ഈ സാധനത്തെ നേരിടുന്നത് ക്യാൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാൻഡിൽ മൊത്തം അദ്ദേഹം എല്ലായിടത്തും കത്തിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ക്യാൻഡിലൂടെ എന്താണോ അവിടെ അൺനോൺ ആയിട്ടുള്ള കാര്യം അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ക്യാൻഡിൽ റെപ്രസെൻറ്റ്സ് ഹിസ് കോൺഫിഡൻസ് ആൻഡ് ഹിസ് ബിലീഫ് ദാറ്റ് ഹി ക്യാൻ കോൺക്വർ ഹിസ് ഫിയർ ത്രൂ പ്രാക്ടിക്കൽ മെഷേഴ്സ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സ്റ്റോറി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ക്യാൻഡിൽ ഓരോന്നോരോന്നായിട്ട് കെടുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാൻഡിൽ കെടുന്നതോട് കൂടിയാണ് അദ്ദേഹത്തിന് ഫിയർ വരുന്നത്. അത് നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കെയർ ടേക്കേഴ്സിൻ്റെ റോള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കെയർ ടേക്കേഴ്സ് ആ ഒരു അവരാണ് ശരിക്കും അതിനകത്ത് അവരൊരു പഴയ ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. 3 കെയർ ടേക്കേഴ്സാണ് അവിടെ ഉള്ളത്. ഒരു ഓൾഡ് മാൻ വിത്ത് വിത്തേഡ് ഹാം, പിന്നെ ഒരു ഓൾഡ് മാൻ വിത്ത് സോളൻ ഐസ്, ആൻഡ് പിന്നെ അയാൾക്കൊരു ഷെയ്ഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ രണ്ടാമത്തെ ആൾക്ക്. ഓൾഡ് മാൻ വിത്ത് എ ഷെയ്ഡ് എന്നും പറയുന്നുണ്ട്. ആൻഡ് ദെൻ എൽഡർലി ലേഡിയാണ്, ഓൾഡ് വുമണാണ് കേട്ടോ. അപ്പം ഇവരും എല്ലാവരും റിങ്കിൾഡ് ആണ്, ബെൻഡാണ്, പെയിലാണ് എന്നൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദേ ബിലോങ് ടു ആൻ ഓൾഡ് ഏജ്. അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഇത് ഗോസ്റ്റിലും സൂപ്പർസ്റ്റിഷ്യനിലും ഒക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിനിധികളായിട്ടാണ് അവരെ ഈ സ്റ്റോറിയിൽ കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ നരേറ്ററായിട്ടുള്ള യങ് മാൻ അദ്ദേഹം പുതിയ ജനറേഷൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് സ്റ്റോറിക്കകത്ത് വരുന്നത്. പിന്നെ ഈ ഓൾഡ് പീപ്പിളിൻ്റെ എല്ലാ എക്സ്പ്രഷനും ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. അവർ ഇയാളെ റെഡ് റൂമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് തവണ വാൺ ചെയ്യുന്നുണ്ട്. നിൻ്റെ റിസ്ക് ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നുണ്ട്. മാക്സിമം ഇയാളെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അവസാനം ഇദ്ദേഹം അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീണ സമയത്ത് ഇവരെ പിന്നെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഈ എൽഡർലി ആയിട്ട് ആളുകൾ തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിന് അവിടെ വീണ് മുറിയൊക്കെ പറ്റുന്നുണ്ടല്ലോ നെറ്റിക്ക്. അത് ഇവരിൽ പ്രേതത്തിലുള്ള ഗോസ്റ്റിലുള്ള വിശ്വാസം ആക്ച്വലി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് എനി questions or something, you can ask, okay, and you can comment. Thank you.